ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പ്ലാന്റ്സും അതിൻ്റെ പേരുമാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് കാണിക്കുന്ന ഇത് കോളിയാസ് പ്ലാന്റ് എന്നറിയും, അതായത് നമ്മൾ മാസന്മാർ ചെടി എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ചെറിയൊരു ചട്ടിയിൽ ചെറിയൊരു തുമ്പായിരുന്നു എനിക്ക് കിട്ടിയത്. എൻ്റെ ഒരു സ്ഥലത്ത് പോയപ്പോൾ കിട്ടിയതായിരുന്നു. അപ്പോൾ അത് ഞാൻ വെട്ടിക്കൊടുത്ത് വേറൊരു ചട്ടിയിലേക്കാക്കി. ഇനി നമുക്കിതിൻ്റെ മുകൾ വശം രണ്ടിൻ്റെയും കട്ട് ചെയ്തിട്ട് മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോളിയാസ് പ്ലാന്റ് ഫുള്ളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് വെയിൽ തട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ കോളിയാസ് പ്ലാന്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ ഒരു ഫോളോവേഴ്സ് അറിയില്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് അറിയില്ല, അവർ എന്നോട് ചെടിയുടെ പേരും എൻ്റെ ചെടികളും അതിൻ്റെ പേരും പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചെടി ഇതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. കോളിയാസ് പ്ലാന്റിൻ്റെ ഒരുപാട് വ്യത്യസ്ത ഇനത്തിലുണ്ട് കേട്ടോ. മുമ്പ് എൻ്റെ കയ്യിൽ ഒരുപാട് ഉണ്ടായിരുന്നു. നമുക്ക് കുറേ കാലം നിൽക്കും, പിന്നീട് അത് നശിച്ചു പോകും. കാരണം ഇത് നമ്മൾ ഇടയ്ക്ക് വെട്ടി കൊടുത്തിട്ട് നമ്മൾ പുതിയ തൈകളാക്കി എടുക്കണം കേട്ടോ. മദർ പ്ലാന്റ് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചട്ടിയിൽ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് എളുപ്പത്തിൽ പെട്ടെന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേരുടിക്കും, മണ്ണിൽ നട്ടാലും പെട്ടെന്ന് വേരുടിക്കുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് എൻ്റെ ബോൾസൻ ചെടിയാണ് കേട്ടോ. ബോൾസൻ ചെടിയൊക്കെ മാറ്റി നടാനുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചാണ്. പക്ഷേ ഞാനിത് എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ അതിൽ കാണിക്കാൻ മറന്നുപോയി, ഒരു കഴുങ്ങിൻ്റെ പട്ട വീണ് കിടന്നിരുന്നു. അപ്പോൾ ഏതൊക്കെ ചെടി പൊട്ടിയെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് പെന്നിവെട്ട് പ്ലാന്റാണ്. അപ്പോൾ ഇത് ഞാനിതായി അടുത്ത് മുട്ടയടിച്ചതാണ്. അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അടുത്തല്ല, 2 ദിവസം മുന്നേ മുട്ടയടിച്ചാണ് കേട്ടോ. പിന്നെ ബിഗോണിയൊക്കെ ഞാനിങ്ങനെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വെച്ചതാണ്. അതുകൂടാതെ ഇത് നമ്മുടെ ഹാർട്ട് ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് ഞാൻ ചട്ടി വാങ്ങിക്കൊണ്ടേ വെച്ചിട്ടുണ്ട്. ആരും ഒന്ന് പറഞ്ഞിരുന്നു ചട്ടി ഒന്ന് പെയിൻറ്റിങ് ബക്കറ്റ് മാറ്റിയിട്ട് ചട്ടിയിലേക്ക് ആക്കിക്കൂടെയെന്ന്. അപ്പോൾ ഞാൻ അതിന് നല്ല റെഡ് ചട്ടി കൊണ്ടുപോയി വെച്ചിട്ട് അതിന് റിപ്പോർട്ടിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാന്നുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് നമ്മുടെ കെയിൻ ബിഗോണിയ, വാക്സി ബിഗോണിയ, റെക്സി ബിഗോണിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് കെയിൻ ബിഗോണിയാണ്. കെയിൻ ബിഗോണിയൻ്റെ ഒരു 3 ടൈപ്പാണ് എൻ്റെ കയ്യിലുള്ളത്, കെയിൻ ബിഗോണിയ കേട്ടോ. പിന്നെ ഇത് റെക്സി ബിഗോണിയാണ്. റെക്സി ബിഗോണിയൻ്റെ ഒരു 4-5 ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ബ്ലാക്ക് റെക്സി ബിഗോണിയാണ്. എൻ്റെ തൊട്ട് താഴെ കാണുന്നത് ഗ്രീനാണ്. പിന്നെ ആ പൂവ് കാണുന്നത് നമ്മുടെ എന്താ പറയുക, സൺസെറ്റ് ബെൽസ് എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ ആ പൂവ് കാണുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെ കാണുന്നത് നമ്മുടെ എന്താ പറയുക, വത്തക്കല്ലേ, നമ്മളെ അതിൻ്റെ ഇല പോലെ തോന്നിക്കുന്ന നമ്മുടെ വാട്ടർ മില്ലി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ അത്. പിന്നെ അങ്ങനെ ഓരോ ചെടിയും പേരെടുത്ത് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ കാരിക്കേച്ചർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഞാൻ അടുത്ത് ഒന്ന് മാറ്റി നടന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ പട്ട വീണിട്ട് കമ്പ് പൊട്ടി താഴോട്ടതാ അങ്ങനെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ വീഡിയോ എടുത്ത് ആക്കിയതിന് ശേഷം അത് മാറ്റി നട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയിലുണ്ടായ ചെടിയായിരുന്നു. നമുക്ക് തെങ്ങ് അതുപോലെ തന്നെ കഴുങ്ങൊക്കെ ഉണ്ടെങ്കിൽ അത് വീണിട്ട് നമ്മൾ ചെടി വളർത്തുമ്പോൾ നമ്മുടെ ചെടിയിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സങ്കടമൊക്കെയല്ലേ. അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ, വീഡിയോ എടുക്കാൻ വന്ന് നോക്കുമ്പോഴാണ് അത് കണ്ടത്. അതിൻ്റെ മുന്നേ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ചെടീൻ്റെ അടുത്ത് വന്നപ്പോൾ ആ ഒരു പട്ട അവിടെ ഇല്ലായിരുന്നു കേട്ടോ. കഴുങ്ങിൻ്റെ ഓലല്ലേ, ഞങ്ങളവിടേക്ക് പട്ട എന്നാണ് പറയുക. പിന്നെ ആ താഴെ കാണുന്ന പീസിലിയാണ്. അതിൻ്റെ അടുത്തുള്ളത് നമ്മുടെ എന്താ പറയുക ഡെംകെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻബാച്ചിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഈ പ്ലാന്റ് സിങ്കോണിയാണ്. സിങ്കോണിയത്തിനകത്തും വേറെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ നമ്മുടെ ട്രെറ്റിൽ വൈനാണ്. ഞാൻ ഇങ്ങനെയാണ് നട്ട് കേട്ടോ, അങ്ങനെ നട്ടിട്ടുള്ള ട്രെറ്റിൽ വൈനാണിത്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. നമുക്ക് ഇത് അടുത്ത് ഞാനിങ്ങനെ ബുഷിയാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. എനിക്ക് നമുക്ക് ചട്ടിനി ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒരുപാട് ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ ചിലതിനൊന്നും നമുക്ക് സമയം കിട്ടുന്നില്ല, ഒന്നാമത്തതാണ്. പിന്നെ അതിൽ കുറച്ച് കാണിക്കുന്നത് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് കലാത്തിയൻ്റെ കണ്ടോ, ഇതൊക്കെ കലാത്തിയാണ്. അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ 2 വെറൈറ്റി കാണിച്ച് ഇവിടെ കണ്ടില്ലതാ. കലാത്തിയ സെബ്രീൻ ഉണ്ട്, കലാത്തിയ പീക്കോക്ക് ഉണ്ട്, കലാത്തിയ പിന്നെ എന്താ പറയുക, അതിൻ്റെ പേരെനിക്കറിയില്ല. അങ്ങനെ കലാത്തിയൻ്റെ കുറച്ച് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഒരു 10ഓളം വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ചിലതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇത് ബോർഡർ ഗ്രാസ് അല്ലെങ്കിൽ സ്റ്റാർ ഗ്രാസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അത്
ഇത് നമ്മുടെ ചോക്ലേറ്റ് ക്യൂണാണ്. പിന്നെ അഗ്ലോണിമ, കുറേ അഗ്ലോണിമ ഉണ്ട്. അഗ്ലോണിമ പിങ്ക് ലിപ്സ്റ്റിക് ഉണ്ട്, റെഡ് ലിപ്സ്റ്റിക് ഉണ്ട്. അത് സ്നോ വൈറ്റ് ആണ് കേട്ടോ. അഗ്ലോണിമ സ്നോ വൈറ്റ് ആണ്. ഈ കാണിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഡെംകെയിൻ അല്ലെങ്കിൽ ഡിഫൻബാക്കിയ എന്നും പറയും, ഡിഫൻബാച്ചിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക, സ്പൈഡർ പ്ലാന്റ് ആണ്. അന്ന് ഞാൻ മാറ്റി നട്ടില്ലേ, ആ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് CC പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ തൊട്ടടുത്തുള്ളത് പിന്നെ സ്പൈഡർ പ്ലാന്റ് അല്ല, അത് റിബൺ ഗ്രാസ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ അഗ്ലോണിമാണ്. അഗ്ലോണിമേൻ്റെ കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അഗ്ലോണിമ കേട്ടോ, കാണിക്കുന്നൊക്കെ അഗ്ലോണിമ. പിങ്ക് ലിപ്സ്റ്റിക്ക്, അതുപോലെ പിങ്ക് ലെഗസി ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ലെഗസി ഉണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് ലെഗസി പ്ലാന്റ് ആട്ടോ. ഇത് രണ്ടും, ഇത് ഗ്രീനാണ്, അത് പിങ്ക് ലെഗസി. പിന്നെ റെഡ് എമറാൾഡ്, മുമ്പെൻ്റെ കയ്യിൽ ഇത്രത്തോളം അല്ലായിരുന്നു കേട്ടോ. ഞാൻ സ്ഥലം വരെ പോയപ്പോൾ ഞാൻ ഒക്കെ കുറച്ച് നാട്ടിലില്ലായിരുന്നു. ആ സമയത്ത് കുറേ പ്ലാന്റ്സൊക്കെ ഞാൻ വിറ്റ് ഒഴിവാക്കിയതാണ്. അതുകൊണ്ടാണ് അന്ന് സെയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സെയിൽ തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. സെയിൽ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചായി നിർത്തി വെച്ചിട്ട് ഇനി വീണ്ടും സെയിൽ തുടങ്ങണം. ഇത് വാട്ടർ പോപ്പിയാണ്. വാട്ടർ പോപ്പിയിലെ ഞാനിവിടെ വിങ്കാ റോസ് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഇല കൊഴിഞ്ഞിട്ട് അതിനെന്തോ പറ്റി, ഇനിയിപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റണത്. വിങ്കാ റോസാണത്. ഇത് വാട്ടർ ലെറ്റൂസ് അല്ലെങ്കിൽ വാട്ടർ ക്യാബേജ് എന്ന് പറഞ്ഞിട്ട് ചെടിയാണ്. ഇത് നമ്മുടെ പെന്നിവേട്ടാണ്. പെന്നിവേട്ട് ഞാൻ ഈ ഒരു ഇതിൽ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇത് നമ്മുടെ എന്താ പറയുക, ബിഗോണിയാണ് കേട്ടോ. രണ്ടും റെക്സും ഉണ്ട്, അതിൽ കെയിൻ ബിഗോണിയ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെടീൻ്റെ വിശേഷങ്ങൾ ഈ ഭാഗത്തുള്ളത് കേട്ടോ. ഈ ഒരു ഏരിയയിൽ കുറേയൊക്കെ ഓരോ സൈഡിൽ ഇങ്ങനെ തണൽ നോക്കിയിട്ടാണ് കുറേ ഇങ്ങനെ വെക്കും, കുറേ അങ്ങനെ വെച്ചൊക്കെ കൊടുക്കുന്നത് കേട്ടോ. തണലൊക്കെ നോക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും നമ്മുടെ ചെടികൾക്ക് ഒരുപാട് വെയിൽ വേണ്ട, പക്ഷേ കുറച്ച് വെയിലുള്ള ഏരിയയാണ് ഈ ഒരു ഏരിയ കേട്ടോ. അതാ ഇത് ഇപ്പോൾ കാണിക്കുന്ന ഏരിയയിൽ കുറച്ചൊരു വെയിലുള്ള സ്ഥലമാണ്. പിന്നെ അഗ്ലോണിമൊക്കെ വെച്ച ഭാഗത്ത് അത്രത്തോളം വെയിലില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇതുണ്ട് കേട്ടോ, ഇത് നമ്മുടെ എന്താണ്, വൈറ്റ് അരേലിയാണ് കേട്ടോ. വൈറ്റ് അരേലിയാണ്. പിന്നെ പറയാൻ വിട്ടുപോയ കുറേ പേരൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ നോക്കിയൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നല്ലൊരു ചെടിയാണ്. അത് ആ പോട്ടിൽ നിന്ന് ഇതുവരെ മാറ്റാൻ ഒരു സമയം കിട്ടിയിട്ടില്ല. പിന്നെ ലക്കി ബാമ്പുണ്ട്, മിൽക്കി ബാമ്പൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മുമ്പ് കയ്യിൽ. ഇനിയിപ്പോൾ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് മിൽക്കി ബാമ്പു. പിന്നെ നമ്മുടെ മോൺസ്റ്റർ ഉണ്ട്, കണ്ടോ. കുറേ ചെടികൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണിക്കാത്ത അവിടെ കാണിക്കുന്നത്. ഇത് നമ്മുടെ 10 മണി ചെടിയാണ് കേട്ടോ. 10 മണി ചെടീൻ്റെ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. എന്നാ ചട്ടി വീഴുകയെന്നറിയില്ല, എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ട് ഇതാക്കും. എന്നാ ചട്ടി വീണ് പോകുകയെന്ന് ഒരു ഐഡിയ ഇല്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ചെരിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം 10 മണി ചെടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈകുന്നേരം നമ്മൾക്ക് പൂക്കൾ ഉണ്ടാവില്ല. വീഡിയോ എടുക്കണമെങ്കിൽ രാവിലെ എടുക്കണം. രാവിലെ എടുത്താൽ മാത്രമേ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ചെറിയ സ്റ്റെമ്മ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ റോസാ ചെടീൻ്റെ അടുത്ത് ഞാൻ വെറുതെ ഒരു ചെറിയ സ്റ്റെമ്മ് ഏതോ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രൂണിങ് ചെയ്ത സമയത്ത് അതിൽ ഒഴിവുണ്ടല്ലോ, സ്ഥലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ അതിൽ ഫുള്ളായിട്ടുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ അതിൽ നിന്ന് പറിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ റോസാ ചെടീൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകും. അപ്പോൾ അത് സമയം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അത് നമുക്ക് വേറൊരു ചട്ടിയിലേക്കറ്റം മാറ്റിക്കൊണ്ട് കളയാൻ തോന്നില്ല കേട്ടോ. എനിക്കൊരു ചെറിയ കമ്പ് പോലും വെറുതെ കളയാൻ തോന്നില്ല. അത് എവിടെയെങ്കിലൊക്കെ ഞാൻ ഏതെങ്കിലും ചട്ടിയിലെങ്കിലും നട്ട് വെക്കും. അതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് ഇങ്ങനെ ഏതെങ്കിലും ചട്ടിയിലൊക്കെ പെട്ടെന്ന് നടുമ്പാണ് വേറെ ചട്ടിയിലേക്ക് വേറെ ചെടികൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ചെടി ഒരു ചട്ടിയിൽ ഒന്നെന്നെ ആകുമ്പോൾ കേട്ടോ ഭംഗിയിട്ടൊക്കെ. പക്ഷേ നമുക്ക് ചില ചെടികളൊക്കെ ഇപ്പം ബൊഗൻവില്ല പ്ലാന്റ്സൊക്കെ ഒരു ചട്ടിയിൽ തന്നെ 3 തരത്തിലുള്ള കമ്പ് നട്ട് വെച്ചാൽ നമ്മൾ മൾട്ടി ബൊഗൻവില്ല പ്ലാന്റ് ആവട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. വിങ്കാ റോസും അതുപോലെ തന്നെ നമുക്ക് വിങ്കാ റോസിൻ്റെ 2-3 കളർ ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തതാണെന്ന് ആൾക്കാർ പെട്ടെന്ന് കണ്ടാൽ തോന്നും കേട്ടോ. ആ രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾക്കറിയാം കുറേ ബോഗൻവില്ല പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ 10 മണി ചെടീൻ്റെ ഒരു 5-6 വെറൈറ്റി ഉണ്ട്. പിന്നുള്ളത് കലാത്തിയ, അഗ്ലോണിമ, ബിഗോണിയ പ്ലാന്റ്സാണ് കൂടുതലായിട്ടുള്ളത്.
അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. കുറച്ച് പേരൊക്കെ ഓരോ അഗ്ലോണിമൻ്റെ പേര് പറയണമെങ്കിൽ അതിന് തന്നെ വേറെ വീഡിയോ ചെയ്യണം. അത് തന്നെ ഓരോ കലാത്തിയൻ്റെ പേര് പറയണമെങ്കിൽ അതിനും വേറെ വീഡിയോ ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി പറയുമ്പോൾ നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാടായി പോകും കേട്ടോ. അതുകൊണ്ടാണ് അഗ്ലോണിമ എന്ന് പറയുന്നുണ്ട്. അഗ്ലോണിമ ഓരോ ചെടികൾക്ക് ഓരോ പേരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കലാത്തിയ പ്ലാന്റിന് ബിഗോണിയക്കൊക്കെ ഓരോന്നിനും ഓരോന്നുണ്ട് കേട്ടോ. ഗ്രീൻ സെഡിസെറ്റ് പ്ലാന്റ്, അതായത് CC പ്ലാന്റിൻ്റെ ഗ്രീനും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ ചെറിയൊരു ആൽമരം ബോൺസൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. അതൊന്നും ആയിട്ടില്ല, കേടൊന്നും ആയിട്ടില്ല. ഇത് എൻ്റെ ഒരു ഒരു ഏരിയയിൽ വെച്ചിട്ടുള്ള ചെടിയാണ്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അഗ്ലോണിമാണ്. അത് അഗ്ലോണിമല്ല കേട്ടോ. ഇത് അഗ്ലോണിമാണ്. ആദ്യം കാണിച്ചത് നമ്മുടെ എന്താണ് പിന്നെ ഡിഫൻബാച്ചിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ കോർട്ടൺ പ്ലാന്റ് ആണ്. ഇത് വെറുതെ ചട്ടിയിൽ നട്ടു കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് നല്ല വെയിലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രീനൊക്കെ പോയിട്ട് നല്ല യെല്ലോ കളറാവുണ്ടോ. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് ഞാൻ അന്ന് നട്ടു കൊടുത്ത അരേലിയാണ് കേട്ടോ. കണ്ടോ, അരേലിയ പ്ലാന്റ് ആണ് ഇത് രണ്ടും. അതിനെ ബോൾ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന അരേലിയ പ്ലാന്റ് ആണ്. ഇത് എൻ്റെ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇങ്ങനെയൊക്കെയാണ് ചെടി വിശേഷങ്ങൾ കേട്ടോ. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ സൈഡിലും ഇപ്പുറം ഉണ്ട് കുറച്ച് ചെടികൾ കേട്ടോ. ഈ ഭാഗത്തുണ്ട്. വീഡിയോയിൽ എല്ലാ ചെടികളും ഞാൻ എപ്പോഴും ഏകദേശം ഒരു സ്ഥലത്തു നിന്നായിരിക്കും അധികം വീഡിയോ എടുക്കുക. അപ്പോൾ എല്ലാ ചെടികളും അങ്ങനെ കാണിക്കാൻ പറ്റാറില്ല. ഇത് അരേലിയ പ്ലാന്റ്സിൻ്റെ നമ്മുടെ വലിയ ലീഫുള്ള അരേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. പണ്ട് കാലത്ത് നമ്മുടെ പറമ്പിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അരേലിയ പ്ലാന്റ്സ് ആണ്. ഇതിനെന്തൊരു പേരുണ്ടായിരുന്നു, ഇപ്പോൾ പേര് കിട്ടുന്നില്ല. ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ചാനലിട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരെന്തായാലും ഒന്ന് കാണണം കേട്ടോ. ഇതിന് വെയിൽ തട്ടുന്നതിനനുസരിച്ച് ഗ്രീൻ മാറിയിട്ട് വൈറ്റ് കളറാവും കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്മുടെ എന്താ പറയുക കലേഡിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് അത് മഴക്കാലത്ത് നല്ലോണം ഉണ്ടാകും, വേനൽക്കാലത്ത് അത് പോകും. ഈ മഴക്കാലം ആകുമ്പോഴേക്ക് എവിടെ നിന്നൊക്കെയാണ് മുളയ്ക്കുന്നതെന്ന് അറിയില്ല. അതിൻ്റെ കിഴങ്ങ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് കലേഡിയം പ്ലാന്റ്സ് മുളച്ച് വരും. പിന്നെ കുറച്ച് ഇതുപോലുള്ള കുറച്ച് പ്ലാന്റ്സ് ഇതൊക്കെ ഇതാണ് കേട്ടോ. ഡെംകെയിൻ അല്ലെങ്കിൽ ഡിഫൻബാച്ചിയ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. അതൊക്കെ തൈകളെല്ലാം കുറച്ച് മെച്ചൂറായിട്ടുള്ള പ്ലാന്റായി മാറിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് അത് അഗ്ലോണിമാണ് കേട്ടോ. ആ കാണിക്കുന്നത് അഗ്ലോണിമാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ ഉണ്ട് ഓരോരോ സ്ഥലത്ത് വീട്ടിൻ്റെ. ഇപ്പോൾ തുടക്കത്തിലുള്ള ബൊഗൻവില്ല പ്ലാന്റ്സിൻ്റെ താഴെ ഞാനൊന്നും വെച്ചില്ല. അവിടെ നല്ല വെയിലാണ്. അപ്പോൾ വെയിലത്ത് വെച്ചാൽ കരിഞ്ഞു പോകുന്ന ചെടികൾ. താഴത്ത് ഫ്ലവറിങ് പ്ലാന്റ്സും വെക്കാൻ പറ്റൂല. അവിടെ ചെറിയൊരു വാവെള്ളം കൊണ്ട് അത് പറിക്കും. ഇത് നമ്മുടെ എന്താ പറയുക ബാംബു ഗ്രാസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റാണ് കേട്ടോ. പുൽച്ചെടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുൽച്ചെടി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഒരു സ്ഥലത്ത് ഏരിയയിൽ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. ഞാൻ മുമ്പ് 2 ഗാർഡൻ ടൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗാർഡൻ പ്ലാന്റ്സ് വീട്ടിലെ മൊത്തം പ്ലാന്റ്സും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാണാത്തവരെന്തായാലും ഒന്ന് കണ്ടോളി. അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം അത്രയ്ക്കും ചെടിയായിരുന്നു. ഇപ്പോൾ കുറച്ച് ചെടി കുറവുണ്ട്. കാരണം ഞാൻ കുറച്ച് ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് ഇല്ലായിരുന്നു. ഇതൊക്കെ എൻ്റെ എന്താ പറയുക മണി പ്ലാന്റ്സ് ആണ് കേട്ടോ. മണി പ്ലാന്റ്സിൽ ഗോൾഡൻ പോത്തോസ് ഉണ്ട്, പിന്നെ എൻജോയ് പോത്തോസ് ഉണ്ട്, മാർബിൾ പോത്തോസ് ഉണ്ട്, നിയോൺ പോത്തോസ് ഉണ്ട്, സാൻഡിൽ പോത്തോസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ വെറൈറ്റി പോത്തോസും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ മതിലിങ്ങനെ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വെച്ചതാണ്. ഇത് ലക്കി ബാമ്പ് കേട്ടോ. ലക്കി ബാമ്പ് ഉണ്ട്, അതിൻ്റെ വെരിക്കേറ്റഡ് ലക്കി ബാമ്പ് ഉണ്ട്. ഇത് കലീസ റിപ്പണ്, അത് വാണ്ടറിഞ്ചു, അങ്ങനെ പേര് ഓരോ പേര്. ഇത് കലീസ റിപ്പണ്, അതിൻ്റെ തൊട്ടപ്പുറം കണ്ടത് വാണ്ടറിഞ്ചുമാണ് കണ്ടോ. അതൊക്കെ നമുക്ക് ഏത് പൊട്ടി ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ബോൾ പോലായി വരും. കണ്ടോ, പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എടുത്തു പോകും വീഡിയോ. ഇത് വൈകുന്നേരമായിട്ട് എടുത്താൽ കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും എടുത്തത്. രാവിലെ ആകുമ്പോൾ നല്ല രീതിയിലുണ്ടാകും. പിന്നെ എൻ്റെ ബൊഗൻവില്ല പ്ലാന്റ്സാണ് നിങ്ങളെപ്പോഴും കാണുന്നതാണ്. ബൊഗൻവില്ല പ്ലാന്റ്സിൻ്റെ കുറേ പൂക്കളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഒന്നും കൂടി ഇതൊക്കെ പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വീണ്ടും പൂക്കൾ ഉണ്ടാകുള്ളൂ. ചില ചട്ടിയിലൊന്നും പൂക്കളില്ല കേട്ടോ. പൂക്കൾ കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 2-3 ചട്ടിയിൽ നല്ല രീതിയിൽ പൂക്കളുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബൊഗൻവില്ല പ്ലാന്റ്സ് അല്ലേ ഇത്.
പിന്നെ കട്ടിങ്സ് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. കട്ടിങ്സ് ഞാൻ സെയിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കട്ടിങ്സൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരും. നിങ്ങൾ കൊറിയർ ചാർജ് മാത്രം കൊടുത്താൽ മതി. ബൊഗൻവില്ല പ്ലാന്റ്സിൻ്റെ ചോദിക്കുന്നത് ഇത് ട്രൈ കളറാണ് കേട്ടോ. ഇലയിൽ മാറ്റം വരുന്ന ബൊഗൻവില്ല പ്ലാന്റ്സ് ആണ്. പിന്നെ വൈറ്റ് കണ്ടില്ലേ, കുറച്ച് പൂക്കളുണ്ട് കേട്ടോ, എന്നാലും കുറച്ച് പൂക്കളുണ്ട്. പക്ഷേ മുമ്പത്തെ അത്ര പൂക്കളില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ചെടി വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.